വിശ്വപൗരനെന്ന വിശേഷണത്തോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ച നേതാവാണ് ശശി തരൂർ. മുൻ UN അണ്ടർ സെക്രട്ടറിയായിരുന്ന തരൂരിന് തിരഞ്ഞെടുപ്പിൽ ഈ വിശേഷണങ്ങളൊക്കെ തുണയാവുകയും ചെയ്തു. 4 പ്രാവശ്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ തരൂർ ഇപ്പോൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. നേരത്തെ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ നെഹ്റു കുടുംബത്തിന്റെ നോട്ടപ്പുള്ളിയായി മാറിയിരുന്നു തരൂർ. തനിക്ക് അർഹമായ സ്ഥാനങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്ന പരാതി അദ്ദേഹത്തിന് നേരത്തെയുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് തന്റെ സ്ഥാനമോഹങ്ങളെ ബാധിക്കുമെന്ന ചിന്തയും അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് തരൂർ ഇപ്പോൾ ഇടം തിരിയുന്നതെന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്തായാലും തരൂർ കോരിയിട്ട കനലുകൾ കോൺഗ്രസിൽ നന്നായി പുകയുന്നുണ്ട്. അമേരിക്കൻ സന്ദർശനത്തിനിടെ മോദിയെ പുകഴ്ത്തിയ ട്രംപിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. ഇതിന് പിന്നാലെയായിരുന്നു മോദിയെ പിന്തുണച്ചും പ്രശംസിച്ചും തരൂർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കയിൽ വലിയ പരിഷ്കാരങ്ങൾ നടക്കുന്നതിനിടെ മോദിയുടെ സന്ദർശനം യാതൊരു ഗുണവും ഉണ്ടാക്കില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. എന്നാൽ ഇതിന് വിപരീതമായുള്ള തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിനെ അല്പം ഞെട്ടിച്ചു. ഇന്ത്യക്കാരെ അപമാനിക്കാൻ അനുവദിക്കില്ലെന്ന് മോദി ട്രംപിനോട് ഉറപ്പായും പറഞ്ഞിട്ടുണ്ടാകുമെന്നായിരുന്നു തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്.